അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു എങ്ങനെയാണ് യുദ്ധമുഖത്തിൽ പോയിട്ട് തോക്കെടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഭഗവത്ഗീത തന്നെ ഒരു എക്സാമ്പിൾ ആണല്ലോ. അപ്പം അർജുനനോട് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യരുതെന്നല്ല പറഞ്ഞത്. അപ്പോൾ സോൾജർ കടന്നു പോകുന്ന എല്ലാ കടമ്പകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അറിയാതെ ഒരിക്കലും നമുക്ക് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടോ സ്പിരിച്വൽ സപ്പോർട്ടോ കൊടുക്കാൻ പറ്റില്ല. അതേപോലെ യുദ്ധമുഖത്തിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ അവരുടെ അതേ ലെവൽ ഓഫ് ട്രെയിനിങ് നമ്മൾക്കും ഉണ്ടാവണം. സൈനികർ ഇതെല്ലാം ത്യജിച്ചിട്ട് ബോർഡറിൽ നമ്മളെ കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് നിൽക്കുന്ന പല സിവിലിയൻ ലൈഫിൽ നമ്മളതൊന്നും ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. 40-50 ഡിഗ്രി ചൂടോ അല്ലെങ്കിൽ -30 നിൽക്കുമ്പോൾ അവർക്ക് അതിനൊരു എൻഡില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെയാണോ ഇവർ അനുഭവിക്കുന്നതും, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴും നമ്മൾ എന്താണ് അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നത് ഒരു നോർമൽ ലൈഫിൽ. അതാലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സങ്ങ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ വെൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അത് നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രം അറിയുന്നൊരു ഫീലാണത്. നമ്മൾ ഫുഡ് വിളമ്പി കഴിക്കാൻ എടുക്കുമ്പോഴാണ് ഫോളിൻ ആവാൻ പറയുന്നത്. ബ്ലൈൻഡ് ഫോൾഡറായിട്ട് കംപ്ലീറ്റ് ഡിസസംബിൾ ചെയ്യണം, എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡറായിട്ട് കംപ്ലീറ്റ് അതിനെ റീഅസംബിൾ ചെയ്ത് ഫയർ ചെയ്യണം. അപ്പം അതും പഠിച്ചു. 9 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റി. ഹിന്ദുക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിയെത്തുന്ന സംഘടനകൾ ഒന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്, ഒന്ന് ഹിന്ദു സ്വയം സേവക് സംഘ്, HSS, ഹിന്ദു കൗൺസിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ സംഘത്തിൻ്റെ തന്നെ ഒരു ശാഖയാണ് സേവ ഇൻ്റർനാഷണൽ. എന്ത് പ്രശ്നം വന്നാലും മുൻനിരയിൽ ഓടി വരും. വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു 10 വർഷമായിട്ട് നടത്തിയൊരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനൊരു പൊസിഷൻ ഡിഫൻസിൽ ക്രിയേറ്റഡ് ആയത്. ചാപ്ലിൻ എന്ന് പറയുന്നൊരു റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസിൽ നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ യാത്രയിൽ അവരുടെ കൂടെ പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു റോള്. ലോകത്ത് നിരവധി സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി യുദ്ധങ്ങൾ ലോകത്തിപ്പോൾ നടക്കുന്നുണ്ട്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷമായാലും സിറിയയിൽ ഉക്രൈൻ റഷ്യ തുടങ്ങിയ സംഘർഷങ്ങൾ നടക്കുകയാണ്, യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇവിടെയെല്ലാം സൈനികരാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും മാനസിക സംഘർഷങ്ങളുമൊക്കെ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായുള്ള ശക്തി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിലായാലും ഭാരതത്തിന് പുറത്തായാലും സൈനികർക്ക് മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള കൗൺസിലിങ്ങും അതിനൊപ്പമുള്ള ചില റിലീജിയസ് പ്രാക്ടീസുകളുമൊക്കെ നിലവിലുണ്ട്. അങ്ങനെ ഭാരതത്തിന് പുറത്ത് ഓസ്ട്രേലിയൻ ഡിഫൻസിൽ അംഗമായിട്ടുള്ള ഒരു മലയാളി വനിതയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്, ഡോക്ടർ സ്മൃതി കൃഷ്ണ. ഹിന്ദു ദർശനങ്ങൾ അനുസരിച്ച് സൈനികരുടെ സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ അവർക്കൊപ്പം പോരാട്ടമുഖത്ത് എത്താനും ഒക്കെ ഓസ്ട്രേലിയൻ ഡിഫൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ സ്മൃതി കൃഷ്ണയാണ്. സ്മൃതി കൃഷ്ണയെ ബ്രേവ് ഇന്ത്യയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്യാപ്റ്റൻ ഡോക്ടർ സ്മൃതി കൃഷ്ണ, ഈ ഒരു മലയാളി വനിത ഓസ്ട്രേലിയയിലെ ഡിഫൻസ് ഇതിൻ്റെ ഭാഗമാകുന്നു. അതും ക്യാൻസർ ഇതിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന, അതിൽ ഡോക്ടറേറ്റ്, ഒപ്പം തന്നെ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് ചാപ്ലിൻ എന്നുള്ള ക്യാപ്റ്റൻ ചുമതലയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ആദ്യമേ തന്നെ ഡിഫൻസ് മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഡിഫൻസ് ഒരിക്കലും മനസ്സിലില്ലായിരുന്നു. യൂണിഫോം ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇപ്പം വൈദ്യത്തിന് അറിയാവുന്ന പോലെ എൻ്റെ അച്ഛൻ പോലീസ് സർവീസിലായിരുന്നു. അതുകൊണ്ട് യൂണിഫോം കണ്ടാണ് വളർന്നത്. അതുകൊണ്ട് യൂണിഫോമിനോട് എപ്പോഴും ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, സിവിൽ സർവീസ് മോഹവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം റിസർച്ചിൻ്റെ പാതയിൽ പിന്തുടർന്നു. ബിക്കോസ് ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആയിരുന്നു ഫാദർ. അപ്പോൾ അതുകൊണ്ട് സയൻസ് എപ്പോഴും ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ PhD ക്യാൻസർ ബയോളജിയിൽ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലാണ് ചെയ്തത്. അതിനുശേഷം പോസ്റ്റ് ഡോക് സ്റ്റഡീസിന് പോയി. അപ്പോഴും ഡിഫൻസ് ഒരിക്കലും അങ്ങനെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഇതൊരു ഭാഗ്യം ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ലഭിച്ചു. അപ്പോഴും ഇത്രയ്ക്കൊരു ആഴത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇതിലേക്ക്. ഈ ഓസ്ട്രേലിയയിലെ ഈ ഒരു ഡിഫൻസ് സംവിധാനം, അതിൽ ഇപ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാകുന്നു. കൂടുതൽ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ മാനസിക സംഘർഷങ്ങൾ സൈനികരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ രാജ്യത്തും പൊതുവെ യുദ്ധങ്ങളുടെ ഒരു കാലമാണ്. ഏത് സമയത്തും, അതിപ്പോൾ വലിയ യുദ്ധങ്ങൾ കഴിഞ്ഞാൽ തന്നെയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ സൈനികരുടെ ആ മാനസികമായിട്ടുള്ള ഒരു ശക്തി, കരുത്തും കൂടെ ശാരീരികത്തിനൊപ്പം തന്നെ ആവശ്യമാണ്. അതെങ്ങനെയാണ് കാണുന്നത്? എല്ലായിടത്തും എങ്ങനെ അതിനെ മനസ്സിലാക്കി? ഈ ഡിഫൻസിൽ ഇവരുടെ ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടതിന് ശേഷം, ഈ ഡിഫൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം? എല്ലാ രാജ്യത്തെ മനുഷ്യർക്ക് ഒരേ വികാരങ്ങളും വിചാരങ്ങളുമാണ്. സംസ്കാരങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒന്നും മാറുന്നില്ലല്ലോ.
അതെല്ലാം സിമിലർ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഭാരതത്തിലുള്ള സൈനികർക്ക് ഉണ്ടാകുന്ന അതേ പ്രോബ്ലംസും ട്രോമാസും മറ്റ് രാജ്യങ്ങളിലുള്ള സൈനികർക്കും അതുപോലെ ഉണ്ടാകും, മോറൽ ആൻഡ് ഇമോഷണൽ ഇഞ്ചുറീസ്. പിന്നെ അതുകൂടാതെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ഇഷ്യൂസും ഇവരുടെ എല്ലാവരുടെയും ലൈഫിലും ഉണ്ട്. ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, മെൻ്റൽ സ്ട്രെസ്, ഇപ്പം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ഓവർസീസ് യുദ്ധഭൂമിയിലുള്ള ഡിപ്ലോയ്മെൻറ്റിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സ്ട്രെയിൻസ്, പിന്നെ അതിലുള്ള ഇഷ്യൂസ്, പിന്നെ ഡിപ്രഷൻ, പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ്. ഇപ്പം നമ്മൾ സൈനികരായിട്ടിരിക്കുമ്പോൾ മാത്രമുള്ളതല്ല, അത് കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ പറയും അവർ പഴയ ജീവിതത്തിലേക്ക്, സിവിലിയൻ ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു, ഒരിക്കലും അതുണ്ടാവാറില്ല. ബിക്കോസ് ആസ് യു നോ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ ഒരിക്കലും അവർക്കൊരു നോർമൽ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനത്തുള്ള പ്രോബ്ലംസ് നിരവധിയാണ്. അത് ഇപ്പോൾ ഇന്ത്യയോ അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ള സൈനികർക്കും സിമിലർ ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ സപ്പോർട്ട് സിസ്റ്റംസ്, പല രാജ്യത്തും കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റംസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കുറേ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്, എസ്പെഷ്യലി വെറ്ററൻസിന് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് നമുക്ക് അറിയാം. പക്ഷേ ഇതിനുള്ളിലുള്ള സപ്പോർട്ട് സിസ്റ്റം എത്രത്തോളം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനകത്തേക്ക് വരുന്നത് വരെ. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ കുറേ, ഇപ്പം കൗൺസിലിങ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ട്. ബട്ട് അതല്ലാതെ ഉള്ളൊരു, അതിന് മുന്നേ ഉള്ളൊരു സ്റ്റെപ്പാണ് ഈ ചാപ്ലൻസി എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ്. അതിനെപ്പറ്റി ഞാൻ അറിയുന്നത്, ഞാൻ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലായത്. എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടത്? അതായത് ഞാൻ വായിച്ചിരുന്നു, മറ്റേ ഒരു ഹിന്ദു സംഘടന ശുപാർശ ചെയ്തിട്ടാണ് വന്നതെന്ന് ഒരിടത്ത് വായിച്ചിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നതും അങ്ങനെ ഒരു ഇടത്തേക്ക് എത്തിപ്പെട്ടതും? അങ്ങനെ ഒരു അത് മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെ അത് എത്തി? വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു 10 വർഷമായിട്ട് നടത്തിയൊരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനൊരു പൊസിഷൻ ഡിഫൻസിൽ ക്രിയേറ്റഡ് ആയത്. കാര്യം ക്രിസ്ത്യൻസിന്, ആസ് യു നോ, ചാപ്ലൻസി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്. അപ്പോൾ അവർക്ക് തിയോളജിയുടെ പാർട്ടായിട്ട് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ചാപ്ലിൻ എന്ന് പറയുന്നൊരു റോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ട്, ലൈഫിലൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസിൽ അവരുടെ കൂടെ കൈപിടിച്ച് അവരുടെ കൂടെ നടക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്, അവർക്ക് സ്വന്തം ഡിസിഷൻസ് എടുക്കാനായിട്ട് അവരെ എംപവർ ചെയ്യാനുള്ളൊരു സഹചാരി എന്നുള്ള രീതിയിലുള്ളൊരു റോളാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റോ ഒരു കൗൺസിലറിനെ പോലെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം നമ്മൾ പറയാറില്ല. നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ യാത്രയിൽ അവരുടെ കൂടെ പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു റോള്. അപ്പോൾ അത് ഒരു പാലിയേറ്റീവ് കെയറിൽ അത് ധാരാളമുണ്ട്. അത് ഇന്ത്യയിലും പാലിയേറ്റീവ് കെയറിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഒരുപാട് പേര് കൊടുക്കാറുണ്ട്. പക്ഷേ അതൊരു ഹിന്ദു കൺസെപ്റ്റിൽ അങ്ങനെ ഒരു റോൾ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു റോള് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് പാടുപെട്ടു. എന്താണ് ക്രൈറ്റീരിയ, ഇത് ഇങ്ങനൊരു ചാപ്ലൻ ആവാൻ ഒരു ഹിന്ദുവിന് എന്താണ് ക്രൈറ്റീരിയ? നമുക്കങ്ങനെ ഒരു കോഴ്സില്ല, നമുക്കങ്ങനെ ഒരു ദീക്ഷ വന്നിട്ട് ഒരു മന്ത്രദീക്ഷയോ അങ്ങനെ ചെയ്തിട്ട് ഒരിതില്ല. നമുക്ക് ഗുരുക്കളുണ്ട്, പ്രീസ്റ്റ് ഉണ്ട്, അല്ലേ, പൂജാരിമാരുണ്ട്. പക്ഷേ ഇങ്ങനൊരു റോളില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് സ്റ്റഡി ചെയ്തു. അമേരിക്കയിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോഴത്തേക്ക്, അമേരിക്കൻ ഡിഫൻസിൽ. അപ്പോൾ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. അങ്ങനെ അവർ ഒരു ഓസ്ട്രേലിയ വൈഡ് ഒരു സെർച്ച് ചെയ്തപ്പോൾ, കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ സെർച്ച് ചെയ്തപ്പോൾ, ഞാൻ അന്ന് നോർത്ത് ക്വീൻസ്ലൻഡിലായിരുന്നു. അന്ന് കുറേ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ചാപ്ലനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ റോൾ എടുക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് എ ലെക്ചർ, മെഡിക്കൽ കോളേജിൽ ഞാൻ സയൻറ്റിസ്റ്റ് ആണ്, പക്ഷേ എൻ്റെ കൂടെ ഞാൻ ലെക്ചറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇയർ വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചാപ്ലൻസി സർവീസ് ഞാൻ അന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഹോസ്പിറ്റൽ ബോർഡിലുണ്ടായിരുന്നു ചാപ്ലനായിട്ട്. അതെന്ന് പറഞ്ഞാൽ മൾട്ടി കൾച്ചറൽ, നമ്മുടെ ആൾക്കാർക്ക് എൻഡ് ഓഫ് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമുള്ളത്, നമ്മുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അത് അവർക്ക് അറിയാത്തത് കൊണ്ട് അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ, പാലിയേറ്റീവിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ, പിന്നെ ഡെത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴത്തേനും ഞാൻ അതിനകത്ത് ഇൻവോൾവായി. അപ്പം ഇതും പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ ഇൻവോൾവ്മെൻറ്റും വെച്ചിട്ട് 165 പേരിൽ നിന്നാണ് എന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് എൻഡോഴ്സ് ചെയ്തത് ഈ ഒരു റോളിലേക്ക്. അപ്പോഴും ഇതെന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമില്ലാതാണ് ഞാൻ യെസ് പറഞ്ഞത്. അപ്പം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഫസ്റ്റ് ഒരു റോള് വരുമ്പോൾ അതിലൊരു ഫെയിലിയർ വരരുത്, നമ്മൾക്ക് പുറകെ വരുന്ന ആൾക്കാർക്ക് ഒരു ക്ലിയർ ഒരു പാത്ത് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് അങ്ങനെ ഒരു ടൈറ്റൊരു, അതായത് ആദ്യമായിട്ടാണ് അതെ, അങ്ങനെ ഒരെണ്ണം ഓസ്ട്രേലിയൻ ഡിഫൻസിൽ ഉണ്ടാകുന്നത്. ഒരു ഹിന്ദുസിന് വേണ്ടിയിട്ടൊരെണ്ണം ഇതുണ്ടാവുന്നത്. അപ്പം
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഈ ഒരു ഫസ്റ്റ് ഒരു ക്ലിയറൻസിൽ 164 എൻഡോഴ്സ്ഡ് ആയി. പിന്നെ ഒരു സീരീസ് ഓഫ് ടെസ്റ്റസ് ഉണ്ടായിരുന്നു, പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ്, അത് പിന്നെ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂസ് നമ്മുടെ സിവിൽ സർവീസിലുള്ള പോലെ ഡിഫറെൻറ്റ് പ്രിലിമിനറി മെയിൻസ് പോലത്തെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അപ്പം അത് തന്നെയും ഒരു നോർമൽ ഒരു സിവിലിയൻ ലൈഫ് അത്രയും നാൾ ലീഡ് ചെയ്തിട്ട് ഞാൻ നോർമലായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ്, പക്ഷേ ഒരു എൻഡ്യൂറൻസ് ലെവൽ ജിമ്മിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ആ ലെവലിലേക്ക് അതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ട് പിന്നെ അത് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിൽ മാർച്ചിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയത്. ഈ ഇൻ്റർവ്യൂകളിലൊക്കെ ഹിന്ദു ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുമോ? ഡയറക്റ്റായിട്ടില്ല, എന്നാലും ഉണ്ടായിരുന്നു. ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ കൂടുതൽ അഹിംസ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു എങ്ങനെയാണ് യുദ്ധമുഖത്തിൽ പോയിട്ട് തോക്കെടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഭഗവത്ഗീത തന്നെ ഒരു എക്സാമ്പിൾ ആണല്ലോ. അപ്പം അർജുനനോട് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിൻ്റെ കർമ്മം യുദ്ധം ചെയ്യുകയാണ്, നിൻ്റെ കർമ്മം അത് എത്രയും നന്നായിട്ട് ചെയ്യുക, എതിരെ നിൽക്കുന്നത് സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത്. ഞാനത് തന്നെയാണ് അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്. ഓക്കെ. ഈ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ടെസ്റ്റുകളുണ്ടായി. അതിൽ ഈ അമ്യൂണിഷനൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നോ? തീർച്ചയായിട്ടും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സോൾജറിൻ്റെ കൂടെ ഒരു സഹചാരിയായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ സോൾജർ കടന്നു പോകുന്ന എല്ലാ കടമ്പകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അറിയാതെ ഒരിക്കലും നമുക്ക് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടോ സ്പിരിച്വൽ സപ്പോർട്ടോ കൊടുക്കാൻ പറ്റില്ല. അതേപോലെ യുദ്ധമുഖത്തിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ അവരുടെ അതേ ലെവൽ ഓഫ് ട്രെയിനിങ് നമ്മൾക്കും ഉണ്ടാവണം. അപ്പം തോക്കെടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. പക്ഷേ ട്രെയിനിങ് പീരീഡിൽ നമുക്കത് ചോയ്സ് അല്ല. പക്ഷേ യുദ്ധത്തിന് പോകുമ്പം തോക്കെടുക്കണോ വേണ്ടതെന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ അതേ ഒരു നോർമൽ സോൾജർ കടന്നു പോകുന്ന എല്ലാ ഒരു പ്രോസസ്സും നമുക്ക് ഷോർട്ട് ടേമിൽ, അവരൊരു 2 year ലോങ് പ്രോസസ്സാണ്. പക്ഷേ ബിക്കോസ് നമ്മൾ ഓഫീസർ ലെവലിലേക്ക് ആദ്യമേ ക്യാപ്റ്റൻ ലെവലിലേക്ക് വരുന്നത് കൊണ്ട് എനിക്കതൊരു ഷോർട്ട് കോഴ്സസായിട്ട് ഒരു 1 monthൻ്റെ ഒരു ഇതായിട്ട് 2 segments ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് കഴിഞ്ഞു, തോക്കെടുത്തു. അതിൻ്റെ സർട്ടിഫിക്കേഷൻ വളരെ ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു ഈസി അല്ല. അത് സിനിമയിൽ കാണുന്ന പോലെയൊന്നും അല്ല. അതിനൊക്കെ അതിൻ്റെ പ്രോസസ്സ് ഉണ്ടെന്നും പിന്നെ നമുക്കത് അസംബിൾ ചെയ്യാനും ഡിസസംബിൾ ചെയ്യാനും നമ്മൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് എത്ര മിനിറ്റ് കൊണ്ട് അതും പഠിച്ചു. ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് കംപ്ലീറ്റ് ഡിസസംബിൾ ചെയ്യണം, എന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് കംപ്ലീറ്റ് അതിനെ റീഅസംബിൾ ചെയ്ത് ഫയർ ചെയ്യണം. അപ്പം അതും പഠിച്ചു. 9 minutes കൊണ്ട് ചെയ്യാൻ പറ്റി, സർട്ടിഫിക്കേഷൻ കിട്ടി. പിന്നെ അത് മാത്രമല്ല കോമ്പാറ്റ് ട്രെയിനിങ്. ഇപ്പം സെൽഫ് ഡിഫെൻസ് അല്ല, നമ്മളൊരാളെ കൊല്ലാൻ വന്നാൽ അയാളുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള കോമ്പാറ്റ് ഡിഫെൻസും ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതായത് 1 to 1 വന്നാൽ എന്ത് ചെയ്യണം, തോക്കില്ലാത്തൊരു സിറ്റുവേഷനിൽ വന്നാൽ എങ്ങനെ നമ്മുടെ ജീവൻ നമുക്ക് രക്ഷിക്കാം എന്നുള്ള, അല്ല മറ്റേ ആളുടെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നല്ല, അങ്ങനത്തെ ഉള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. ഈ ബറ്റാലിയനൊപ്പം സ്ഥിരമായിട്ട് സഞ്ചരിക്കേണ്ടി അങ്ങനെയാണോ ഇതിൻ്റെ ഒരു? അങ്ങനെയാണ്. ഞാനിപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അപ്പം ഞാനിപ്പോഴും പ്രൊബേഷൻ പീരീഡാണ്. എനിക്ക് ഓഗസ്റ്റ് ആണ് എൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ട്രെയിനിങ്. അത് ഫൈനൽ ഫീൽഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എനിക്ക് ഫുൾ ഡിപ്ലോയ്മെൻ്റ് ആവുന്നത്. പക്ഷേ ഞാൻ റിസർവ്, ഇപ്പം ഇന്ത്യയിൽ മറ്റേ റിസർവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റമുണ്ട്. പക്ഷേ ആ ഒരു സിസ്റ്റം അല്ല ഓസ്ട്രേലിയയിൽ. അപ്പം ഞാൻ റിസർവ് ഫോഴ്സ് ആണ്. ബിക്കോസ് ഞാൻ ഫുൾ ടൈം സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഫുൾ ടൈം ജോബുള്ള ഒരാൾ അപ്പോഴും റിസർവിസ്റ്റ് ആണെങ്കിലും ഞാൻ ഇപ്പോഴും ഫുൾ ഡ്യൂട്ടിയാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം പോലെ നമുക്ക് ആവശ്യമുള്ളപ്പം അല്ലേ ഇവിടെ വിളിക്കുന്നത്, ഫോഴ്സിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഓൾവേസ് ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ പക്ഷേ ഞാൻ പോകുന്നത് എനിക്ക് എൻ്റെ ഫിക്സഡ് ടൈമിംഗ് ഉണ്ട്. പിന്നെ ഓൺ കോളാണ്, വീക്കെൻഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പം അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചെയ്യുന്ന ഡ്യൂട്ടിയുടെ കൂടെ നമ്മുടെ നിലവിലുള്ള സിവിലിയൻ ജോബിൻ്റെ കൂടെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. ട്യൂസ്ഡേയ്സ് പരേഡ്സ് ഉണ്ട്, സാറ്റർഡേ സൺഡേയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോവാറുണ്ട്. പിന്നെ അതല്ലാതെ ഇനിയിപ്പം ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊബേഷൻ കഴിയുമ്പോൾ ഐ വിൽ ബി പാരലലിയാണ് ഇത്. അത് ഇപ്പോൾ ഇന്ത്യൻ സിസ്റ്റമായിട്ട് കണ്ട ഞാനൊരു ഡിഫറൻസ് ഇതാണ്, നമ്മൾ അവിടെ ഇത് പാരലാണ്. യു ആർ ഓൾവേസ് ഓൺ ഡ്യൂട്ടി, യു ആർ നെവർ എവേ ഫ്രം ഡ്യൂട്ടി. ഏത് സമയം നമ്മൾ റെഡിയാണ്. അപ്പോൾ ഇനി കൂടുതൽ ആളുകളെ എടുക്കേണ്ടി വരുമോ? അതായത് ഈ ഒരു ബറ്റാലിയന്റെ ഭാഗമായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, സൈന്യം ഉണ്ടല്ലോ, അവരുടെ കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ ഇനിയിപ്പോൾ ഹിന്ദു ഇതിൽ നിന്നുള്ള കൂടുതൽ ആളുകളെ എടുക്കുമോ? അങ്ങനെയാണോ? എടുക്കണം എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അതിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാളിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എനിക്കിതിൻ്റെ ഭാഗമായിട്ട് കുറേ കോഴ്സസ് എനിക്ക് ചെയ്യേണ്ടി വന്നു അഡീഷണൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 17 വർഷത്തെ
മൾട്ടി കൾച്ചറൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള സർവീസ് സെക്ടറിൽ എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഡെത്ത്, ട്രോമാസ്, ഫാമിലി വയലൻസ് അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ ഡീൽ ചെയ്തിട്ട് പോലും ഡിഫൻസിൻ്റെ ഇത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കോഴ്സസ് ചെയ്യേണ്ടി വന്നു. അപ്പം അതാണ് ഒരു കടമ്പ എന്നുള്ളത് ഞാൻ കാണുന്നത്. അപ്പം ഇനി ഇതിലേക്ക് വരുന്നവർക്ക് അതെല്ലാം ഇപ്പം ഞാനൊരു ഗിനിപിഗ് ആയതുകൊണ്ട് ഇപ്പം അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനിയിപ്പോൾ ആ കോഴ്സസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ആൾക്കാർക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് മേഖലയിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഡിഫൻസിൽ വരുമ്പോൾ, പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഹിന്ദു രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ അറിയില്ല. ഏത് മാർഗ്ഗം ഉപയോഗിച്ചായിരിക്കും അല്ലെങ്കിൽ ഏതാണ് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുക? കാര്യം ഇതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഒരു ഹിന്ദു ഫിലോസഫി വെച്ചിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യാന്നുള്ളത്. അപ്പം ആദ്യം ഞാൻ പറയട്ടെ, ഞാൻ ചെയ്ത കോഴ്സസ് 2 കോഴ്സാണ് ചെയ്തത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഹിന്ദുയിസത്തിൻ്റെ ഫ്രെയിം വർക്ക് ഇല്ല ചാപ്ലൻസിയുടെ എന്ന് പറഞ്ഞില്ല. അപ്പം ക്ലിനിക്കൽ പാസ്റ്ററൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സുണ്ട്. അത് ശരിക്കും പാസ്റ്ററൽ സപ്പോർട്ട്, നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു പാസ്റ്ററൽ സപ്പോർട്ട് കോഴ്സാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ ഉപയോഗിച്ചത് നമ്മളുടെ ദർശനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഞാൻ ആ ഫ്രെയിം വർക്ക് ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ആക്ഷൻ റിഫ്ലക്ഷൻ, നമ്മളൊരാളോട് ചെയ്യുന്നത്, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ദർശനങ്ങളെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസസ്. അപ്പം അത് അങ്ങനെ ആ കോഴ്സിൽ കൂടെ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിൽ ബേസ് ചെയ്തിട്ട്, കാലിഫോർണിയ ബേസ് ചെയ്തിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ഇപ്പോൾ വളരെ സീനിയറായിട്ട് IIT ലെവലിൽ പാസ്സായ അല്ലെങ്കിൽ IIT ലെവൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻഡ് സീനിയർ ഡോക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് ചേർന്നുണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് US. അപ്പോൾ അവർ ഒരു കോഴ്സ് HSCI എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിലിംഗ്, ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും ചെയ്തു. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കി. കാര്യം അപ്പം നമ്മുടെ ഭഗവത്ഗീത പോലത്തെ നമുക്ക് ഉള്ളൊരു അടിസ്ഥാനമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരിക്കലും ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കോട്ട് ചെയ്യാറില്ല, ആവശ്യമില്ലാതെ ഞാൻ കോട്ട് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ പറയുന്ന അഡ്വൈസസ് അതിൻ്റെ ബേസിസിലാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരെങ്കിലും ചെയ്യേണ്ടി വന്നോ? അതായത് ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏപ്രിൽ മുതൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാർച്ചിൽ എൻറോൾ ചെയ്തു. ഐ എം ഓൾറെഡി ഇൻ ദ പ്രോസസ്. അപ്പം ഞാനിപ്പോൾ തന്നെ കേസസ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വെൽഫെയർ ബോർഡിലും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഭാരതീയ ഹിന്ദു ആ ഒരു കൾച്ചർ അത് വെച്ചിട്ട് അവിടെ അവരെങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുന്നത്? ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മുടെ സ്പിരിച്വൽ ദർശനങ്ങൾ ഏറ്റവും യൂസ്ഫുള്ളാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്രെയിം വർക്കിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ. കാര്യം നമ്മുടെ ദർശനങ്ങൾ ഒരു ഏത്തിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ സ്പിരിച്വൽ വാല്യൂസ് മാറുന്നില്ലല്ലോ. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ അല്ലേ? അപ്പം ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിലും ഏത്തിസ്റ്റ് ആണെങ്കിലും പോലും നമുക്ക് നമ്മുടെ ദർശനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുമായിട്ട് സംവദിക്കാം. അത് കാരണം ഹിന്ദുയിസം ഈസ് എ വെരി ബ്രോഡ് പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ഈ ടോപ്പിക്സൊക്കെ. അപ്പം അത് കാരണം എനിക്കിതുവരെ അങ്ങനെ ഒരു ഹെസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് മറ്റുള്ളവരും അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒരു സന്തോഷവും അഭിമാനവും. കാര്യം നമ്മളൊരു ഒരു സങ്കുചിതമായിട്ടുള്ളൊരു മനസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ടല്ലല്ലോ നമ്മളുടെ റെസ്പോൺസസ്. ബിക്കോസ് നമുക്ക് ചർവാകനുണ്ട് അല്ലേ? ഒരിക്കലും പറയുന്നില്ലല്ലോ. ദ്വൈതവും അദ്വൈതവും എന്താണെങ്കിലും ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദർശനങ്ങളാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്രെയിം വർക്കിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ പ്രാവർത്തികമായിട്ട് ഞാനത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരം, കൾച്ചർ, ഹിന്ദുയിസം, ഇതിനെയൊക്കെ ഓസ്ട്രേലിയയിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിനൊരു സ്വീകാര്യത എങ്ങനെയുണ്ട്? വളരെ നല്ല സ്വീകാര്യതയാണ്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇപ്പം ഹിന്ദു എന്ന് മാത്രമല്ല, ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആണ്. അത് എന്നെ കേൾക്കുന്ന പല വ്യൂവേഴ്സും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാകും. ബിക്കോസ് ഇത് വളരെ സത്യസന്ധമായി ജോലി നോക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ നാട്ടുകാർ. അതിൽ ഹിന്ദുസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന, സമൂഹത്തിന് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അൺകണ്ടീഷണലായിട്ട് സേവ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ. അത് നമ്മൾ വളർന്നു വരുന്ന ആ ദർശനങ്ങളുടെ ഭാഗമായിട്ട് എന്താ പറയുക, അൺകണ്ടീഷണൽ സർവീസ് നമുക്ക് ഭാഗമാണല്ലോ. അപ്പം അത് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആവട്ടെ, അവിടുത്തെ മിനിസ്റ്റേഴ്സ് ആവട്ടെ, പലരും നമ്മളുടെ സാംസ്കാരിക പ്രഭാഷണങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അവർ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ്
വി ആർ എന്താ പറയുക, നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പൗരന്മാരാണ് വസുദൈവ കുടുംബം. അത് സത്യമാണത്. ഈ ഹിന്ദു സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് അവിടെ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംഘടനകളുണ്ട്. അത് പ്രധാനമായിട്ടും ഞാൻ എടുത്ത് പറയേണ്ടുന്നത് ഫണ്ട് റേസിങ്. നമുക്ക് ഇന്ത്യയിലൊരു പ്രോബ്ലം വന്ന ഏറ്റവും പെട്ടെന്ന് ആദ്യം ഫണ്ട് റേസ് ചെയ്യുന്ന സംഘടനകൾ, ഞാനിപ്പോൾ ഓസ്ട്രേലിയയുണ്ട്, ഞാൻ ഓസ്ട്രേലിയയുടെ കാര്യം പറയാം. പക്ഷേ ഇത് തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഇത് തന്നെയാണെന്ന് എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് ഞാൻ സേവ ഇൻ്റർനാഷണലിൻ്റെ പാർട്ടാണ്. നമ്മുടെ ഇവിടുത്തെ സേവാഭാരതിയുടെ ഇൻ്റർനാഷണൽ ചാപ്റ്ററാണ് സേവ ഇൻ്റർനാഷണൽ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് സേവ ഇൻ്റർനാഷണലാണ്. എത്ര ബില്യണാണെന്ന് എനിക്കിപ്പം ഓർമ്മയില്ല. പക്ഷേ അതിർത്തി പ്രദേശത്ത് എമർജൻസി സപ്പോർട്ട്, വെൻറ്റിലേറ്റർ സിസ്റ്റംസ്, അങ്ങനെ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും ഡിഫൻസ്, അതിർത്തിയിലുള്ള ഡിഫൻസ് സെക്ടറിൽ തന്നെയും സേവ ഇൻ്റർനാഷണൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്തത് ഓസ്ട്രേലിയയിൽ നിന്നാണെന്ന് അഭിമാനപൂർവ്വം ഒരു ഓസ്ട്രേലിയനായിട്ട് എനിക്ക് പറയാൻ പറ്റും. അത് നമ്മളുടെ സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഡിഫൻസും സിവിലിയൻ ജീവിതവും രണ്ടും ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന ഒരാളാണ്. വ്യത്യാസം എന്താണ്? രണ്ടിലുമുള്ള ഡെഡിക്കേഷൻ സെയിം ആണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ജോലി 100% സിൻസിയറായിട്ട് ചെയ്യുക. എല്ലാവർക്കും 24 hours ഉള്ളൂ. പക്ഷേ അതിൽ നമ്മൾ എങ്ങനെ ടൈം കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ചെയ്യുന്നോ ആ സമയത്ത് 100% അവിടെ പ്രസൻസ് ആയിരിക്കുക, നമ്മൾ പറയുന്നത് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ടൈം കട്ട് ഓഫ് അവിടെ വെക്കുന്നത്, അപ്പം അത് മാത്രമേ നമ്മൾ മൈൻഡിൽ ഫോക്കസ് ഉള്ളൂ. അപ്പം 100% നമുക്ക് അവിടെ കമ്മിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ട്രെയിനിങ് പീരീഡിൽ ഈ പട്ടാളത്തിൻ്റെ ട്രെയിനിങ് ആണല്ലോ. അതെ, കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. ശരിക്കും അതെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പല ലൈഫിൽ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. നല്ലൊരു ബെഡ്, കിടന്നുറങ്ങാനുള്ള നല്ലൊരു ബെഡും ബെഡ്ഷീറ്റും, പിന്നെ നല്ല ഫുഡ്, അല്ലെങ്കിൽ നല്ലൊരു ഒരു ഉറക്കം, ഇതൊക്കെ, അല്ലെങ്കിൽ നല്ലൊരു ടോയ്ലറ്റ്, അതൊക്കെ നമുക്ക് വീട്ടിൽ നമുക്കുള്ളപ്പോൾ ഇതൊന്നും നമ്മളൊരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഡേ ടു ഡേ. പക്ഷേ സൈനികർ ഇതെല്ലാം ത്യജിച്ചിട്ട് ബോർഡറിൽ നമ്മളെ കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് നിൽക്കുന്ന. പല സിവിലിയൻ ലൈഫിൽ നമ്മളതൊന്നും ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ബോർഡറിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നു, ആരെങ്കിലും ഒരു വീരമൃത്യു വരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അനുശോചനം വരുന്നതോ നമുക്കൊരു അശ്രു നമ്മൾ പൊഴിക്കുന്നത്. അത് നമുക്കറിയാവുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ അതൊരു അനദർ പേഴ്സൺ ഡെഡ് ഇൻ ദ ബോർഡർ എന്നാണ്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായത് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ പോയപ്പോഴും. കാര്യം ആദ്യത്തെ ദിവസം തന്നെ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു. ഇപ്പോൾ പുറം ലോകമായിട്ടുള്ള എല്ലാ സമ്പർക്കവും നമുക്ക് കട്ട് ഓഫായി. പിന്നെ നമ്മളുടെ ലോകം അതിനകത്ത് ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ ഒരു ഫീൽ എനിക്ക് റിയലി ഫീൽ, ആ ഒരു സൈനികരോടുള്ള ബഹുമാനം എനിക്ക് അത്രയ്ക്കും ഇതാണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രെയിനിങ് അങ്ങനെയായിരുന്നു. കാര്യം നമ്മൾ ഫുഡ് വിളമ്പി കഴിക്കാൻ എടുക്കുമ്പോഴാണ് ഫോളോ ഇൻ ആവാൻ പറയുന്നത്. ബിക്കോസ് ഫുഡ് കഴിക്കാൻ പോലും ഒരു യുദ്ധമുഖത്തിലാണെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളത് ഡിപ്രൈവ് ചെയ്താലേ നമുക്കറിയുള്ളൂ എന്താണ് നമ്മൾ ഡിപ്രൈവ്ഡ് ആവുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളാണ്. എവറി 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കും, സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആക്കി. അപ്പോൾ അവസാനത്തെ ഒരു 3-4 ദിവസമൊന്നും നമുക്ക് ഭക്ഷണമില്ല, ഉറക്കമില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അപ്പം നമുക്കറിയാം ഇത് 2 ദിവസം കഴിയുമ്പോൾ തീരും, നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് പോവാം, പിന്നെ ഇതിനെ പറ്റിയിട്ട് ഉടനെ ഒന്നും ചിന്തിക്കേണ്ട, അടുത്ത ട്രെയിനിങ് പീരീഡിനെ പറ്റി അതുവരെ നമുക്കിതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പക്ഷേ ഒരു അതിർത്തിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു 40-50 ഡിഗ്രി ചൂടോ അല്ലെങ്കിൽ -30 നിൽക്കുമ്പോൾ അവർക്ക് അതിനൊരു എൻഡില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെയാണോ ഇവർ അനുഭവിക്കുന്നതും, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴും നമ്മൾ എന്താണ് അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നത് ഒരു നോർമൽ ലൈഫിൽ. അതാലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സങ്ങ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ വെൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അത് നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രം അറിയുന്നൊരു ഫീലാണത്. 2014 ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിൻ്റെ ആ ഒരു ഗരിമ എത്രത്തോളം ഓസ്ട്രേലിയയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്? ഓസ്ട്രേലിയയിൽ നരേന്ദ്രമോദിക്ക് വളരെ ഒരു സപ്പോർട്ടും ഫാൻ ഫോളോയിങ്ങും ഉണ്ടെന്ന് തന്നെ പറയാം. ബിക്കോസ് ഒരുപാട് ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻസ് ഇമ്പ്രൂവ്ഡ് ആയി. അതുമാത്രമല്ല, ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സിൽ ഇതിന് ശേഷം ഇനിഷ്യേറ്റഡ് ആയി. അത് ട്രേഡിലാവട്ടെ, ഫോറിൻ ട്രേഡ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതിലെല്ലാം പിന്നെ ഒരുപാട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മ്യൂച്വൽ പ്രോജക്ട്സ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തും ജയശങ്കർജി വന്നിട്ടുണ്ടായിരുന്നു, കുറേ പുതിയ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നെ ഇനിഷ്യേഷൻ ചെയ്തിട്ടുണ്ട്.
ആ വ്യത്യാസം നമുക്കും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യൻസിനോടുള്ള ആ ഒരു പ്രത്യേകതയും മനോഭാവത്തിലും എല്ലാം വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, ഈ രാമജന്മഭൂമിയുടെ ആ ഒരു പുതിയ ക്ഷേത്രം വന്നതും, പിന്നെ ബനാറസിലെ ആ ക്ഷേത്രം പുതുക്കി പണിഞ്ഞതിന് ശേഷം ഇന്ത്യൻസിൻ്റെ ഇടയിൽ തന്നെയുള്ളൊരു ടൂറിസം, ഈ പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ മാറ്റം, അത് ഇപ്പോൾ തന്നെ അയോധ്യയിലേക്കും ബനാറസിലേക്കും വലിയ സംഘങ്ങളായിട്ട് ആൾക്കാർ അവിടുന്ന് വരുന്നുണ്ട് ഹോളിഡേയ്സിന്. അതൊക്കെ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. കാര്യം ഫെസിലിറ്റീസ് ആവട്ടെ, ആ ഒരു എക്സ്പോഷർ ആവട്ടെ, അതെല്ലാം പണ്ടും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർക്ക് ഒരു വികാരത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിന് ഒരു കൂടുതൽ ബഹുമാനം കിട്ടുന്ന ഒരു തീർച്ചയായിട്ടും ആൻഡ് എല്ലാവരും ഒരു പ്രൗഡ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ ആണെന്ന് പറയാൻ എല്ലാവരും പ്രൗഡാണ്. അതെ അതെ. പൊതുവെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ താവളം അടിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് കാനഡ, ഓസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത കാലത്തൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിൽ അത് എങ്ങനെയാണ്? ഹിന്ദു ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഓസ്ട്രേലിയയും അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒരു ടാർഗറ്റായി. ബിക്കോസ് ഒരുപാട് ഖാലിസ്ഥാനീസ് അവിടെ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ ഹിന്ദു സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ടെമ്പിൾസിന് നേരെ ഉള്ള അക്രമങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് നശിപ്പിക്കുക, പണപ്പെട്ടി കവർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് ഖലിസ്ഥാൻവാദികളാണ് കൂടുതലും. പിന്നെ സ്ലോഗൻസ് എഴുതി വെക്കുക, ഇന്ത്യ മുർദാബാദ് എന്ന് പറഞ്ഞിട്ട് സ്ലോഗൻസ് എഴുതി വെക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് പോളിസി അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ അത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇതൊരിക്കലും ഓസ്ട്രേലിയയുടെ മണ്ണിൽ അങ്ങനത്തെ ഉള്ള ഒരു ശക്തിക്ക് ഒരിക്കലും വേരോടാനുള്ള അവസരം ഉണ്ടാകില്ല, അതിന് ഒരിക്കലും വളം വെക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾ അതിനെതിരെ പബ്ലിക്കായിട്ട് റാലി ഈ അടുത്ത സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുസിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ആകെ വിശ്വ ഹിന്ദു പരിഷത്തും പിന്നെ ഹിന്ദു കൗൺസിൽ ഓസ്ട്രേലിയ പിന്നെ അവരും മുന്നേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് 2 സംഘടനകളുടെയും സപ്പോർട്ടറാണ്. അപ്പം അവരെല്ലാം മുന്നോട്ട് വന്നിട്ട് പബ്ലിക്കായിട്ട് റാലി നടത്തിയിട്ടുണ്ട്. മറ്റേ ഒരു ഇസ്കോണിൻ്റെ ഒരു സ്വാമിയെ അപ്പോൾ ഇസ്കോണിൻ്റെ ടെമ്പിളിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. അതും ഖലിസ്ഥാനികളാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ആദ്യം നമുക്ക് ആരെയാണ് നമുക്ക് കാണാൻ പറ്റുക? അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഹിന്ദുക്കളുടെ ഒരു സഹായത്തിനായിട്ട് ഈ സംഘടനകൾ എത്താറുണ്ടോ? ഹിന്ദുക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിയെത്തുന്ന സംഘടനകൾ 3 സംഘടനകൾ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന, ഒന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്, ഒന്ന് ഹിന്ദു സ്വയം സേവക് സംഘ് HSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ശാഖകൾ അവിടെ ഓസ്ട്രേലിയയിലുണ്ട്. അതിൻ്റെ സംഘടകർ എന്ത് പ്രശ്നം വന്നാലും മുൻനിരയിൽ ഓടി വരും. അതിൽ മലയാളികൾ ധാരാളം ഉണ്ടെന്നുള്ള അഭിമാനമായിട്ട് എനിക്ക് പറയാം. പിന്നെ ഹിന്ദു കൗൺസിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ സംഘത്തിൻ്റെ തന്നെ ഒരു ശാഖയാണ് സേവ ഇൻ്റർനാഷണൽ. അത് ഇന്ത്യക്ക് മാത്രമല്ല സപ്പോർട്ട്. ഓസ്ട്രേലിയയിൽ ഫ്ലഡ്, വൈൽഡ് ഫയർ പോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ഫണ്ട് റേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് സേവ ഇൻ്റർനാഷണലാണ്. അത് ഈ അടുത്തിടെ നമ്മുടെ വയനാടിന് എൻ്റെ പ്രളയം വന്നപ്പം പോലും സപ്പോർട്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കോവിഡിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ എമൗണ്ട് കൊടുത്തത് സേവ ഇൻ്റർനാഷണലാണ്. അത് കഴിഞ്ഞിട്ട് ഈ അടുത്തിടെ വയനാട്ടിന് വേണ്ടിയിട്ടും സേവ ഇൻ്റർനാഷണൽ സപ്പോർട്ട് ചെയ്ത് ഫണ്ട് റേസിങ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ റിസർച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് അങ്ങനെ ഒരു ഇതിലേക്ക് സുവോളജിയിൽ നിന്ന് നേരെ അങ്ങനെ മാറുകയായിരുന്നു, അല്ലെങ്കിൽ അതൊരു പ്രത്യേകമായിട്ട് എടുക്കുകയായിരുന്നു? ക്യാൻസർ റിസർച്ചിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പ്രഭ ബൽറാമിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ PhD ചെയ്തത്. അതിനുശേഷം ഞാൻ സ്റ്റെം സെൽ റിസർച്ച് ആയിരുന്നു. ദുബായിൽ ഞാൻ 6 വർഷം ഷെയ്ഖ് മുഹമ്മദിൻ്റെ പാലസിൽ ഞാൻ അവിടുത്തെ ലാബിൽ ഞാൻ റിസർച്ച് ചെയ്തു. അതിനുശേഷമാണ് പോസ്റ്റ് ഡോക്കിന് ഞാൻ ഓസ്ട്രേലിയയിൽ പോയത്. അപ്പം സ്റ്റെം സെൽ വാസ് ഓൾവേസ് മൈ പാഷൻ. അപ്പം നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു കൺസെപ്റ്റുമായിട്ട് വളരെ ആയുർവേദ കൺസെപ്റ്റുമായിട്ടൊക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു റിസർച്ച് ഫാക്ടറാണത്. കാര്യം നമ്മളുടെ ബോഡിയിലുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയെ സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു സെൽസാണ് സ്റ്റെം സെൽസ്. അപ്പം അതൊരു വളരെ ഇൻട്രിഗ്യൂയിങ് ഫാക്ടറാണ്. ബിക്കോസ് ഇപ്പോൾ
പിന്നെ എന്താ പറയുക മൾട്ടിനാഷണൽ കമ്പനീസ് മരുന്നുകൾ പടച്ചു വിട്ടിട്ട് അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് ഗിനി പിക്സായിട്ട് നമ്മളെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഈ സ്റ്റെം സെൽസ്. അപ്പം അതിലാണ് ഇപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുന്നത്. പിന്നെ റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാത്തതിനെ കണ്ടുപിടിക്കാനുള്ളൊരു പ്രോസസ്സാണല്ലോ. അത് തന്നെയാണ് ആത്മീയതയിലേക്കുള്ള ഒരു ഇത് രണ്ടുകൂടെ യോജിച്ച് ഡിഫൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. വളരെ വലിയ ഈ വീട്ട് കാര്യങ്ങൾ കുട്ടി അച്ഛൻ ഫോറൻസിക് ഡയറക്ടറായിരുന്നു. ആ സമയത്തുള്ള പല വിവാദപരമായിട്ടുള്ള കേസുകളിലും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാം? എൻ്റെ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ ഫോറൻസിക് ലാബിലാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അതാണ് എനിക്ക് സയൻസിനോട് ഇത്രയും, അതും ജനറ്റിക്സ് എന്ന് കണ്ടുപിടിച്ച് തുടങ്ങിയ സമയമായിരുന്നു. കാര്യം അച്ഛനാണ് ആദ്യമായിട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും. അന്ന് CCMB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻറ്റർ രാജീവ് ഗാന്ധി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടൊരു പങ്ക് വഹിച്ചത് അച്ഛനായിരുന്നു. കാര്യം ഇത്രയും സമയമെടുക്കുന്നു മറ്റേ ടെസ്റ്റുകൾക്കൊക്കെ പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കേരളത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് അച്ഛനായിരുന്നു. അപ്പം ജനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയം ആയിരുന്നു ആ ഒരു സമയം. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ഒരു ഫേസ് ആയിരുന്നു സയൻസിനത്. അപ്പം എനിക്കത് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കാര്യം ഒരു ജനറ്റിക്സിൻ്റെ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ എൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഫോറൻസിക്. അപ്പോൾ ഫോറൻസിക്കിൽ അത് കണ്ടപ്പോൾ ഇനിയും എന്തെല്ലാം നമുക്ക് ചെയ്യാം. അത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ഓരോ ഇൻഡിവിജ്വലിൻ്റെ മേക്കപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഒരു ഇൻട്രിഗ്യൂയിങ് ഇതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് കൂടുതൽ വന്നത്. ആ സമയത്തുള്ള കേസുകളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്, ധാരാളം കേസുകളുണ്ടായിരുന്നു. കാര്യം ഫോറൻസിക് സയൻസിന് അത് എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സിനും അത് ഓർമ്മയുണ്ടാവും. ബിക്കോസ് ധാരാളം ബുക്ക് എഴുതിയിട്ടുണ്ട് അതിനെ അടിസ്ഥാനമായിട്ട്. അന്ന് പോലീസിലും പിന്നെ അഡ്വക്കേറ്റ്സും ആധികാരികമായിട്ട് പഠിക്കാൻ യൂസ് ചെയ്തിരുന്ന ഒരു ബുക്ക് കുറ്റാന്വേഷണത്തിൽ ശാസ്ത്രം എന്ന് പറഞ്ഞ ബുക്കാണ്. DC ബുക്സ് ഇറക്കിയ ബുക്ക് അതായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതല്ലാതെ ഒരുപാട് കേസുകൾ, രാജൻ കേസ്, ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കേസ്, അപ്പോൾ ആ കേസിലൊക്കെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക തെളിവ് ശേഖരിച്ച് ശാസ്ത്രീയമായി തെളിവ് കളക്ട് ചെയ്ത ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരള പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ അതേ ലെവൽ, ബിക്കോസ് അച്ഛൻ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി ട്രെയിനിങ് ചെയ്തതാണ്. അവിടെ കോമൺവെൽത്ത് ഫെലോ ആയിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ കേരള പോലീസ് അന്ന് ഏറ്റവും എന്താ പറയുക ശാസ്ത്രീയമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു സമയമായിരുന്നു. അപ്പോൾ പിന്നെ പക്ഷേ പല കേസസും CBIക്ക് പിന്നെ വിട്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് കളക്ട് ചെയ്ത ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കേസുകളെല്ലാം മുന്നോട്ട് പോയത്. പിന്നെ CBI അന്വേഷിച്ചത് അത് വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ടീമിൽ ആദ്യമായിട്ട് തെളിവ് കളക്ട് ചെയ്തത് ആ ടീമിൽ അച്ഛൻ മുൻകൈ എടുത്ത് ചെയ്തതാണ്. അതുകൊണ്ട് കേരള സ്റ്റേറ്റിൽ ഫോറൻസിക് ലാബിന് ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കിയത് അച്ഛൻ്റെ നേതൃത്വത്തിലാണെന്ന് എനിക്ക് അഭിമാനമായിട്ട് എനിക്കത് പറയാൻ പറ്റും. പോളിഗ്രാഫ് ആദ്യമായിട്ട് വന്നതാണെങ്കിലും DNA ഫിംഗർ പ്രിൻറ്റിങ് ആദ്യമായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ പല പുതിയ ടെക്നോളജി കേരള പോലീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അച്ഛൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷമായി. പക്ഷേ അതൊരു ഗോൾഡൻ ഫേസ് ഓഫ് ഫോറൻസിക് എന്ന് വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആസ് എ സയൻറ്റിസ്റ്റ് ഞാൻ അത് പറയുന്ന ഒരു ഫേസാണത്. ഒരു മലയാളി സ്ത്രീ അല്ലെങ്കിൽ ഇന്ത്യൻ വനിത വളരെ വ്യത്യസ്തമായൊരു കരിയറിലേക്കാണ് പോകാൻ പോകുന്നത്. എന്താണ് തരാനുള്ളൊരു സന്ദേശം? പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കൈ ഈസ് ദ ലിമിറ്റ് ആൻഡ് ഏജ് ഇസ് നോട്ട് എൻ ഫാക്ടർ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 50 ആയപ്പോഴാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. സോ ഐ വാസ് എ ബിറ്റ് വറീഡ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ ഐ എം ഫിറ്റ് ഇൻ എ നോർമൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ഒരു എൻഡ്യൂറൻസ് സ്റ്റാൻഡേർഡിലൊന്നുള്ള ഫിറ്റ്നസ് ഒന്നും ഞാൻ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ അതായിരുന്നു, ഹൗ വിൽ ഐ ഫിറ്റ് ഇൻ ടു ദിസ് റെജിമെൻ എന്നുള്ളത്. ദാറ്റ് ടു അറ്റ് 50 വെൻ യുവർ ഡൗൺ ഹിൽ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം 50. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കട്ടിയുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിന് വഴങ്ങും എന്നുള്ളതാണ് കാര്യം. ഞാനിതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ജിം ട്രെയിനിങ്ങും എല്ലാം. ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സാണ്. ഇനി എനിക്ക് ഫൈനൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഐ ഹാവ് ടു റെഡ്യൂസ് ഫ്യൂ മോർ കിലോസ് ആൻഡ് ദെൻ ബി മോർ ഫിറ്റ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ബിക്കോസ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെ എന്തും പറ്റൂ. പിന്നെ മനസ്സാണ് ഏറ്റവും വലിയ, ഭഗവത്ഗീത പറയുന്ന പോലെ തന്നെയാണ്, മനസ്സാണ് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. അത് നമ്മളെ നശിപ്പിക്കാനും നമ്മളെ ഉയർത്താനും സാധിക്കുന്ന ഒരു ആയുധമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിന് ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത് അനുസരിച്ച് പ്രവർത്തിക്കും.
അപ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഒരിക്കലും ആരും ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പ്രായം ഇത്രയായി എന്നുള്ള നിലയിലോ ആരെങ്കിലും എന്തിനെങ്കിലും പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് വിശ്വസിക്കരുത്. സ്വയം മനസ്സിനെ ഉയർത്തുക, സ്വയം മുന്നോട്ടേക്ക് വരിക. എന്തായാലും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും ഹിന്ദു സംസ്കാരവുമൊക്കെ കൂടുതൽ ഡിഫൻസ് അംഗങ്ങളുടെ സൈനികർക്കിടയിൽ കൂടുതൽ അതുകൊണ്ടുള്ള ഇത് ഗുണങ്ങൾ അവർക്കുണ്ടാകട്ടെ. ഇനിയും ഒരുപാട് ഇതുപോലുള്ള ആളുകൾ ഡിഫൻസിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.